الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا مريم اقنتي لربك واسجدي واركعي مع الراكعين صدق الله العظيم. ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് നാം ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്തുകൊള്ളുന്നു. അള്ളാഹു തആല അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിലെ ഇസ്ലാമിലെ പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് സൂചിപ്പിച്ചത്. പലപ്പോഴും ഇസ്ലാമിക സമൂഹത്തെ ഇസ്ലാമികമായി സംസ്കരിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇസ്ലാമിക നേതൃത്വങ്ങൾക്കുള്ളതാണ്. വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്ലാം മുഖ്യമായ ചർച്ചയിലാണ്. ലോകത്ത് ഇസ്ലാമിനെ കുറിച്ച് വലിയ പഠനങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് വിമർശനങ്ങളും ഇസ്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആ വിമർശനങ്ങളുടെ കൂട്ടത്തിൽ കാര്യമായ ഒന്നാണ് ഇസ്ലാം സ്ത്രീകളോടുള്ള സമീപനം എന്ന് പറയുന്നത്. അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയമായി തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ സ്ത്രീകളെ സംസ്കരിക്കുകയും സമുദ്ധരിക്കുകയും അവരെ വളർത്തിയെടുക്കുകയും ചെയ്യുന്നത് ഇസ്ലാമാണ്. അതിലെ ഒരു വിഷയമാണ് സ്ത്രീകൾക്കുള്ള ആരാധനാ സ്വാതന്ത്ര്യം. ആരാധനാലയങ്ങളിൽ, പള്ളികളിൽ, മസ്ജിദുകളിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതിനെ കുറിച്ച് വളരെ കൃത്യമായ ചില ധാരണ നമ്മുടെ സമൂഹത്തിനുണ്ടാകേണ്ടതുണ്ട്. ഇത് കേവലം ഒരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമല്ല. കാരണം സമൂഹത്തിൻ്റെ പാതിയിലേറെ സ്ത്രീകളാണ്. സ്ത്രീകൾ സംസ്കരിക്കപ്പെട്ടാലേ സമൂഹം നന്നാവും. അത് സ്ത്രീകളല്ലേ എന്ന നിലക്ക് അവഗണിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. നമ്മുടെ സ്ത്രീകൾ ഇസ്ലാമികമായി പഠിക്കുകയും വളരുകയും ചെയ്തെങ്കിലേ അടുത്ത തലമുറ ദീനുള്ളവരായി മാറുകയുള്ളൂ. അല്ലുമ്മ മദ്രസ, ഉമ്മയാണ് ശരിയായ മദ്രസ. അപ്പോൾ ഇസ്ലാമിക സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഇസ്ലാമിക സമൂഹവുമായി ജീവിക്കാനും
അവർക്ക് ഇസ്ലാം ലഭിക്കാൻ, ദീന് കിട്ടാൻ, ദീനിയായി ജീവിതത്തെ മുന്നോട്ട് നയിക്കാനൊക്കെ അവർക്ക് അവസരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനുൽ ഇസ്ലാം പ്രബോധനം ചെയ്ത തുടക്കം മുതൽ തന്നെ സ്ത്രീകളെ സംസ്കരിച്ചു കൊണ്ടുവരുന്നതായിട്ട് കാണാൻ സാധിക്കും. ആദ്യമായി അള്ളാഹുവിൻ്റെ റസൂലിൽ വിശ്വസിക്കുന്നത് ഒരു സ്ത്രീയാണ്, ഖദീജ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹിക്ക് താങ്ങും തണലുമായത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. പിന്നീട് ഇസ്ലാം എല്ലാ ഘട്ടത്തിലും സ്ത്രീകളെ അവരുടെ മാന്യത ഉയർത്തുകയും അവരെ സംസ്കരിക്കുകയും അവരെ പൊതുരംഗത്തും സാമൂഹിക രംഗത്തും കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നത് കാണാൻ സാധിക്കും. മദീന മാർക്കറ്റിന്റെ ചാർജ് ഷിഫ ബിൻത് അവർക്കായിരുന്നു. റസൂലുള്ളാഹിയുടെ കൂടെ ഉഹദ് യുദ്ധത്തിൽ യുദ്ധം ചെയ്ത സ്ത്രീകളുണ്ടായിരുന്നു. പിൽക്കാലത്തും യുദ്ധം ചെയ്ത സ്ത്രീകളുണ്ടായിരുന്നു. ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട പിന്നീട് വന്നൊരു യുദ്ധമാണല്ലോ ജമൽ യുദ്ധം. ആ ജമൽ യുദ്ധത്തിൽ ഒരു പക്ഷത്ത് സൈന്യത്തിന്റെ തലവൻ ആയിഷ റളിയല്ലാഹു അൻഹയായിരുന്നു. ആയിഷ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലാണ് നടന്നത്. ആ യുദ്ധം എങ്ങനെ ഉണ്ടായി എന്നതൊക്കെ വേറെ വിഷയം. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹയായിരുന്നു. ഹദീസുകളിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നതിൽ 2ാം സ്ഥാനത്ത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ആ വിഷയങ്ങളിലേക്ക് പിന്നീട് കിടക്കാം. അതേസമയം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വിവാദമായൊരു വിഷയമാണ് സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യം. സോഷ്യൽ മീഡിയ ഒക്കെ തിരയുമ്പോൾ 2 ഭാഗത്തു നിന്നും പള്ളിയിൽ പ്രവേശിപ്പിക്കണം, പാടില്ല എന്നൊക്കെ പറയുന്ന കുറേ ഉദ്ധരണികളും വർത്തമാനങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. യഥാർത്ഥത്തിൽ സ്ത്രീകൾ പള്ളികളിൽ അവർക്ക് അവരുടേതായ രീതിയിൽ പങ്കെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കുന്നത് നിർബന്ധമില്ല. സ്ത്രീകൾക്ക് വീട്ടിൽ നമസ്കരിക്കാൻ തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതേസമയം സ്ത്രീകൾക്ക് പള്ളികളിൽ പോകാനും ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാനും ജുമുഅയിൽ പങ്കെടുക്കാനും ഇസ്ലാം അവരെ അനുവദിക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുകയും ചെയ്യും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ കാലത്ത് മുതൽക്ക് ഇസ്ലാമിക ലോകത്ത് മുഴുവൻ സ്ത്രീകൾ ജുമാ ജമാഅത്തുകളിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ ലോകത്ത് അറിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 പള്ളികൾ, ഏറ്റവും പ്രാധാന്യമുള്ള പുണ്യമുള്ള പള്ളികൾ, മസ്ജിദുൽ ഹറമായാലും മസ്ജിദുൻ നബവി ആയാലും മസ്ജിദുൽ അഖ്സയായാലും, ഇതിലൊക്കെ ധാരാളം സ്ത്രീകൾ, ഒരർത്ഥത്തിൽ പുരുഷന്മാരെക്കാൾ എന്ന് പറയാവുന്ന വിധത്തിൽ സ്ത്രീകൾ ജുമാ ജമാഅത്തുകളിൽ കൃത്യമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് മുതൽ ലോകത്തെ ബഹുഭൂരിപക്ഷ പള്ളികളിലും സ്ത്രീകൾ ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മളൊരു വിഷയത്തിന് വേണോ വേണ്ടെന്ന് തീരുമാനിക്കണം നമ്മുടെ ഇഷ്ടത്തിലാവരുത്. അത് റസൂൽ എന്ത് പഠിപ്പിച്ചോ ആ അർത്ഥത്തിലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ദീനിലൊരു പുതിയ വിധി ഒരാൾക്ക് ഉണ്ടാക്കാൻ അനുവാദമില്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ എന്ത് പറയുന്നു, റസൂലിൻ്റെ ചര്യ എന്ത് പറയുന്നു, അതിൽ നിന്നാണ് നമ്മൾ വിഷയങ്ങളെ മനസ്സിലാക്കേണ്ടത്. സ്ത്രീകൾ ജുമാ ജമാഅത്തിൽ പങ്കെടുക്കരുത് എന്ന് പറയാൻ ഒരു തെളിവും ഇല്ല എന്ന് മാത്രമല്ല, 100-150 ഹദീസുകൾ സ്ത്രീകൾ ജുമാ ജമാഅത്തുകളിൽ പങ്കെടുത്തിരുന്നതായും പങ്കെടുക്കണമെന്നും പങ്കെടുക്കുന്നത് തടയരുതെന്നും ഒക്കെ പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതൊരു തർക്കമുള്ള വിഷയം തന്നെ ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മളിപ്പോഴും ഹറമിലൊക്കെ പോയാൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ കൂട്ടത്തോടു കൂടി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ജമാഅത്തിനും ജുമാക്കും സ്ത്രീകളും ആളുകളും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുള്ള സമയം. പക്ഷെ അപ്പോൾ നമുക്ക് അപൂർവം കാണുന്നൊരു കാഴ്ചയാണ് ആളുകൾ പള്ളിയിലേക്ക് ഒഴുകുമ്പോൾ പള്ളിയിൽ നിന്ന് കുറച്ച് സ്ത്രീകൾ ഇങ്ങോട്ട് റൂമുകളിലേക്ക് പോകുന്നത്. ഒരു സംശയമില്ല, അത് മലയാളി സ്ത്രീകളാണ്. മലയാളി ഗ്രൂപ്പുകളിൽ വന്ന് ചില സ്ത്രീകൾ നമസ്കരിക്കാതെ അവരാ സമയത്ത് ഇങ്ങോട്ട് നടക്കുകയാണ്. വളരെ ദയനീയമായൊരു കാഴ്ചയാണ്.
കാരണം നമ്മൾ അങ്ങനെയോ നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു കുടുങ്ങിപ്പോയി വെച്ച ഒരവസ്ഥയാണ്. പറഞ്ഞു കുടുങ്ങിപ്പോയതാണ്. കുടുങ്ങിപ്പോയതാണ്, പിന്നെ അവരങ്ങോട്ട് കുടുക്കിയതാണ് വേറെ ചെലവ്. അതുപോട്ടെ. വിശുദ്ധ ഖുർആൻ ഈ വിഷയകമായിട്ടൊന്നും പറയുന്നില്ല. എന്നാൽ അങ്ങനെ പറയേണ്ട ഒരു വിഷയമല്ല. എല്ലാവരോടും പള്ളിയിലേക്ക് വിളിച്ചു. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ എന്ന് പറഞ്ഞപ്പോൾ അവിടെ മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. അവിടെ പുരുഷന്മാർ മാത്രം ജുമുഅക്ക് പോകണം എന്ന വിളിയൊന്നും അവിടെ ഇല്ല. വിശുദ്ധ ഖുർആനിൽ ഇത് സംബന്ധമായി ഉള്ള ഒരു പരാമർശം മറിയം ബീവിയുമായി ബന്ധപ്പെട്ടതാണ്. പാണക്കാട്ട് തങ്ങളുടെ കുട്ടിയോട് അത് അവർ ചോദിക്കുന്നു. ആ കുട്ടിയെ മറുപടിയും പറയുന്നുണ്ട് വളരെ ഭംഗിയായിട്ട്. അതായത് മറിയം ബീവി ഐസാ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മ, അവരെ പള്ളിയിലേക്ക് നേർച്ചയാക്കുകയാണ്. പള്ളിയിൽ വചനമിരിക്കാൻ മസ്ജിദുൽ അഖ്സ. നമ്മളിന്നും മസ്ജിദുൽ അഖ്സ സന്ദർശിച്ചാൽ പള്ളിക്കകത്താണ് അവരിരുന്നിരുന്ന മിഹ്റാബ്. മിഹ്റാബ് എന്നാണ് അതിന് പറയാം. ഉയരത്തിൽ പൊക്കി കെട്ടിയ സ്ഥലം അത് പള്ളിക്കകത്താണ്. മറിയം ബീവി വചനം ഇരുന്ന സ്ഥലം പള്ളിക്കുള്ളിലാണ്. എന്ന് മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ അത് സംബന്ധമായി പറഞ്ഞത് എന്താണ്? യാ മറിയം ഖുനുതി ലിറബ്ബികി വസ്ജുദി വർക്കഈ മഅർ-റാകിഈൻ. വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവും. യാ മറിയം, ഏ മറിയമേ, ഖുനുതി ലിറബ്ബികി, നിന്റെ രക്ഷിതാവിനോട് നീ ഭയഭക്തി വെച്ച് പുലർത്തുക. വസ്ജുദി, നീ സുജൂദ് ചെയ്യുകയും ചെയ്യുക. വർക്കഈ, നീ റുക്കൂ ചെയ്യുക. മഅർ-റാകിഈൻ, റുക്കൂ ചെയ്യുന്നവരോടൊപ്പം, നമസ്കരിക്കുന്നവരോടൊപ്പം നീ നമസ്കരിക്കുകയും ചെയ്യുക. ഇത് വളരെ കൃത്യമാണ്. അവിടെ നടക്കുന്ന നമസ്കാരത്തിൽ, ജമാഅത്ത് നമസ്കാരത്തിൽ നീ പങ്കെടുക്കണം എന്നാണ് മറിയം ബീവിക്ക് കൊടുത്ത നിർദ്ദേശം. ഇത് സംബന്ധിച്ച് എല്ലാവരും അംഗീകരിക്കുന്ന പ്രാമാണിക തഫ്സീറായ ഇബ്നു കസീർ പറയാണ്, ഐ കൂനി മിൻഹും, നീ അവരിൽ ഒരാളായി നിസ്കരിക്കുക. നമ്മളെ ഈ ഉസ്താദുമാരൊക്കെ പഠിക്കുന്ന പള്ളി ദർസുകളിലൊക്കെ പറയുന്ന തഫ്സീറാണ് തഫ്സീർ ബൈളാവി. തഫ്സീർ ബൈളാവിയിലെ ഉദ്ധരണി ഉമിർതു ബിസ്സലാത്തി ഫിൽ ജമാഅത്തി. അവരോട് കൽപ്പിക്കപ്പെട്ടു ബിസ്സലാത്തി, നമസ്കാരത്തിന്, ഫിൽ ജമാഅത്തി, ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മറിയം ബീവിയോട് കൽപ്പിച്ചു എന്നാണ് തഫ്സീർ ബൈളാവി പറയുന്നത്. അപ്പോൾ ജമാഅത്ത് നമസ്കാരത്തിൽ മറിയം ബീവിനോട് അവർ പള്ളിയിലാണ് താമസിച്ചിരുന്നത്. പള്ളിയിൽ ഒരു പ്രത്യേക സ്ഥലം കിട്ടി അവിടെയാണ് അവർ വചനം ഇരുന്നിരുന്നതും എത്തിക്കാഫ് ഇരുന്നിരുന്നതൊക്കെ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് പള്ളികളിൽ പോയി നമസ്കരിക്കാൻ അന്ന് മുതലേ പറഞ്ഞിരുന്നു എന്നതാണ്. വളരെ കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേയുടെ കാലത്ത് എല്ലാവരും പള്ളിയിൽ പോയിരുന്നു. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പോകൽ പുരുഷന്മാരെ പോലെ നിർബന്ധമില്ല. ചില സാഹചര്യങ്ങളിലൊക്കെ അവർക്ക് വീടാണ് ഏറ്റവും നല്ലത്. അതേസമയം ഒരാൾ ജമാഅത്തിൽ പങ്കെടുത്താൽ ജമാഅത്തിൻ്റെ പ്രതിഫലം കിട്ടും, ജുമായിൽ പങ്കെടുത്താൽ ജുമായുടെ പ്രതിഫലം കിട്ടും, ഒരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ വീട്ടിൽ നിന്ന് അവർ പോയിരുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ കുറേ ഹദീസുകൾ പറയുമ്പോൾ ഇതിങ്ങനെ വെറുതെ പറയണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇദസ്തഅ്ദനകും നിസാഉകും ബില്ലൈലി ഇലൽ മസ്ജിദി ഫഅ്ദനൂ ലഹുന്ന. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാണ് റസൂൽ പറയാണ്, നിങ്ങളുടെ ഭാര്യമാർ പള്ളികളിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ, രാത്രിയിൽ അനുവാദം ചോദിച്ചാൽ, ബില്ലൈലി രാത്രിയിൽ അനുവാദം ചോദിച്ചാൽ, അഥവാ മഗ്രിബ് ഇശാ സുബഹി, ഫഅ്ദനൂ ലഹുന്ന നിങ്ങൾ അവർക്ക് അനുവാദം കൊടുക്കണം. ഇത് ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, സഹിഹായ ഹദീസാണ്. ആ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ ഇദസ്തഅ്ദനകും നിസാഅകും മിനൽ മസാജിദി ഫഅ്ദനൂ ലഹുന്ന, അവിടെയും ആശയം തന്നെയാണ്. ഇനി മറ്റൊരു ഹദീസിൽ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, ലാ തംനഉ നിസാഅകും മൽ മസാജിദ ഇദസ്തഅ്ദനകും ഇലൈഹാ, സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ തടയരുത്, അവരതിന് അനുവാദം ചോദിച്ചാൽ. ഇതിനെ സംബന്ധിച്ച് ഈ ഹദീസുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി, ഷാഫി മദ്ഹബിലെ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമാമാണ് ഇമാം നബവി. അദ്ദേഹം ഒരു ഹദീസ് സമാഹരിച്ചതിൽ
ഒരു ഹദീസ് സമാഹരണത്തിൻ്റെ ഹെഡിങ് തലക്കെട്ട് കൊടുത്തത് ഖുറൂജുൻ നിസാഇ ഇലൽ മസാജിദ്, പള്ളികളിലേക്കുള്ള സ്ത്രീകളുടെ പുറപ്പെടൽ എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഹെഡിങ് തന്നെ. ആ ബാബിൻ്റെ ഹെഡിങ് തന്നെ അതാണ്, സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നതിൻ്റെ ഇത് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം അതിൽ പറയുന്നത് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം എന്ന് അദ്ദേഹം ഈ ഹദീസിൻ്റെ ഷർഹിൽ വിശദീകരിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇനി സാലിം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദസ്തദനത്തി ഇംറഅത്തു അഹദിക്കും ഇലൽ മസ്ജിദി ഫലാ യംന, നേരത്തെ ഞാൻ സൂചിപ്പിച്ച അതേ ഹദീസുകൾ ബുഖാരിയിൽ വീണ്ടും വന്നതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വഹാബി വനിതകൾ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നി ലഅദ്ഖുലു ഫിസ്സലാത്തി ഫഉരീദു ഇതാലതഹാ. എന്ന് ശ്രദ്ധിക്കണേ, ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഫസ്മഉ ബുകാ അസ്സബിയി ഫഅതസവ്വജു മിമ്മാ അഗ്ലമു മിൻ ശിദ്ദത്തി വജദി ഉമ്മിഹി മിൻ ബുകാഹി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, റസൂൽ പറയാണ് ഇന്നീല അദ്ഖുലു ഫിസ്സലാത്തി ലഉരീദു ഇതാലതിഹ, ഞാൻ നിസ്കാരത്തിൽ പ്രവേശിച്ചു, നിസ്കാരം കുറച്ച് നീട്ടി ഖുർആനൊക്കെ ഓതി നീട്ടി നിസ്കരിക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചു. ഫഅസ്മഉ ബുകാ അസ്സബി, അപ്പോഴാണ് കുട്ടികളെ കരച്ചിൽ കേട്ടത്, പുറകിൽ നിന്ന് കുട്ടിയുടെ കരച്ചിൽ കേട്ടത് ഞാൻ അപ്പോഴാണ്. ഫഅതസവ്വജു മിമ്മാ അഗ്ലമു മിൻ ശിദ്ദത്തി വജദി ഉമ്മിഹി മിൻ ബുകാഹി, അപ്പോൾ ആ കുട്ടി കരയുന്നത് വഴി ആ കുട്ടിയുടെ ഉമ്മാക്കുണ്ടാകുന്ന വിഷമം മനസ്സിലാക്കിയിട്ട് ഞാൻ നമസ്കാരത്തെ ചുരുക്കും. അത് നിസ്കരിക്കാൻ പിന്നിൽ സ്ത്രീകളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ കുട്ടികൾ കരയുമ്പോൾ ഉമ്മമാർക്ക് വിഷമം ഉണ്ടാകുമല്ലോ, അത് മനസ്സിലോർത്തിട്ട് ഞാൻ നിസ്കാരം ചുരുക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഹദീസിൽ പറയുന്നത്, ഞാൻ എല്ലാ ഉദ്ധരണികളും ഇങ്ങനെ ഉദ്ധരിച്ച് എനിക്ക് ഇതുപോലെ കേട്ട് മനസ്സിലാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ നിന്ന് സലാം ചൊല്ലിയാൽ തൻ്റെ സ്ഥാനത്ത് അല്പനേരം ഇരിക്കും. ഈ മക്കാനിഹി യസീറ, നബി ഇമാമാണ്, ഇമാം സലാം ചൊല്ലി കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്നിരിക്കും. അത് കഴിഞ്ഞാൽ ഇമാം എഴുന്നേറ്റ് മാറിയിരിക്കും. അതോടുകൂടി മൗമൂമിങ്ങൾക്ക് സ്വതന്ത്രമായി. എന്നിട്ട് ഇവർ പറയാണ്, സ്ത്രീകൾ എഴുന്നേറ്റ് പോകാൻ വേണ്ടിയായിരുന്നു എന്ന് ഞങ്ങളത് മനസ്സിലാക്കിയിരുന്നു. അതായത് റസൂൽ കുറച്ചു നേരം അവിടെ ഇങ്ങനെ ഇരിക്കണേ സ്ത്രീകളൊന്ന് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്. പിന്നെ അവർ പറയാണ്, കാന യുസല്ലിമു ഫയൻസരിഫു നിസാ, സ്ത്രീകൾ പോകുന്നതിന് വേണ്ടിയാണ് റസൂൽ നിസ്കാരം കഴിഞ്ഞ് പോണതിന് മുമ്പ് സ്ത്രീകൾ എന്ത് ചെയ്യും, അവരുടെ വീട്ടിലേക്ക് പിരിഞ്ഞു പോകും. അപ്പം റസൂൽ ഇങ്ങോട്ട് മാറിയിരിക്കും, ഉടനെ സ്ത്രീകളൊക്കെ പിരിഞ്ഞു പോകും. ആദ്യം സ്ത്രീകളാണ് പോവുക, പിന്നെ സഫിലുള്ളത് കുട്ടികളാണ്, പിന്നെയാണ് ആണുങ്ങളൊക്കെ എഴുന്നേറ്റ് പോകുക. സ്ത്രീകൾ വീടുകളിലേക്ക് എത്തുന്നത് വരെ റസൂൽ അവിടെ കാത്തിരിക്കും. സ്ത്രീകൾ പോയി കഴിഞ്ഞാൽ റസൂലുള്ള എഴുന്നേറ്റ് പോകും. സഹൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, കാന റിജാലു യുസല്ലൂന മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ ഇങ്ങനെ കുറച്ച് ഹദീസുകൾ കേൾക്കുന്നത് നല്ലതാണ്. കുറേ ആണുങ്ങൾ റസൂലുള്ളാഹിയുടെ കൂടെ നിസ്കരിച്ചിരുന്നു. അവർ ആഖിരി ഉസ്രിഹിം അല അഗ്നാക്കിഹിം കഅയത്തി സബിയാൻ, അതായത് ഒറ്റ തുണിയേ ഉള്ളൂ അവർക്ക്, പാപങ്ങളായ കുറേ ആളുകളാണ്. ഇവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഒരു മുണ്ട് എന്ത് ചെയ്യും, തോളിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഇറക്കിയിടും. അതായത് അപ്പോൾ മേൽമുണ്ട് ധരിക്കുന്നതിന് ഒറ്റ മുണ്ടിൽ നിസ്കരിക്കുന്നത് നല്ലതല്ല, എപ്പോഴും രണ്ട് മുണ്ടുണ്ടാവണം, ഇല്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും, മുണ്ടിൻ്റെ തലപ്പ് പെരടിയിൽ കെട്ടിയിട്ട് ഇങ്ങനെ താഴ്ത്തിയിടും. അങ്ങനെയാണ് നിസ്കരിക്കുക. അപ്പോൾ ഇത് കണ്ട് റസൂൽ ഒരിക്കൽ പറഞ്ഞു, വക്കാലി നിസായി, സ്ത്രീകളോട് നിസ്കാരത്തിന് ശേഷം വിളിച്ചു പറഞ്ഞു, ലാ തർഫഅന റുഊസകുന്ന ഹത്താ യസ്തവി റിജാലു ജുലൂസ, പുരുഷന്മാർ എഴുന്നേറ്റിരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എണീറ്റിരിക്കരുത് എന്ന് പറഞ്ഞാൽ, ഇവർ ചെറിയ തുണിയാണ്. അപ്പോൾ ഇവർ എഴുന്നേൽക്കുമ്പോൾ ഔറത്ത് സ്ത്രീകൾ കാണണ്ടെന്ന് കരുതി റസൂൽ പറയാണ്, പുരുഷന്മാർ നേരെ ഇരുന്ന് അവരുടെ തുണിയൊക്കെ ഒന്ന് ശരിയാക്കി, ചെറിയ മുണ്ടോട് വേറെ കഷ്ടപ്പാടാണ്, അത് ശരിയാക്കുന്നത് വരെ നിങ്ങൾ സ്ത്രീകൾ തല ഉയർത്തരുത് എന്ന് നിർദ്ദേശം റസൂൽ കൊടുത്തു. ഇതൊക്കെ ഹദീസിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുക. എന്നിട്ടാണ് സ്ത്രീകൾ പള്ളിയിൽ നിസ്കരിക്കാൻ വന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം സ്ത്രീകൾ എന്ത് ചെയ്യും, കുറച്ച് വൈകിയാണ് അവർ, ഇമാമ് എഴുന്നേറ്റ് നിന്നാലും കുറച്ച് വൈകിയാണ് അവർ എഴുന്നേറ്റ് നിന്നിരുന്നത് എന്ന് കാണാൻ സാധിക്കും. സുബഹിൻ്റെയും ഇശായിൻ്റെയും ജമാഅത്തിൽ വരെ നബിയുടെ സഹാബി വനിതകൾ പങ്കെടുത്തിരുന്നു. അതിൻ്റെ ഏറ്റവും നല്ല തെളിവ് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്,
കുൻ നിസാഉൽ മുഅ്മിനാത്തി യഷ്ഹദു മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തുൽ ഫജ്രി മുതലഫിയാത്തിൻ വ മുറൂത്തിഹിന്ന. ഞങ്ങൾ സ്ത്രീകൾ പുതപ്പോണ്ട് ഇങ്ങനെ മൂടി പുതച്ച് സുബഹിക്ക് ഇങ്ങനെ പുതച്ചു പോകും. ഇങ്ങനെ എല്ലാം കൂടി പുതച്ച് മൂടിയിട്ട് അവർ പോകും. എന്നിട്ട് പറയാണ് സുമ്മ യൻഖലിബിന ഇലാ ബുയൂത്തിഹിന്ന ഹീന യഖ്ലീന സ്വലാത്ത ലാ യഗ്രിഫുഹുന്ന അഹദുൻ മിനൽ അലസ്. ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴും ഞങ്ങൾ ആരാണ് ഈ പോണതെന്ന് തിരിച്ചറിയുന്നത്. അവർ ഈ ഹദീസ് ഉദ്ധരിച്ച എന്തിനാണ്? നേരെ സുബഹയുടെ സമയം പഠിപ്പിക്കാനാണ്. സുബഹയുടെ സമയം എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ്. അഥവാ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഇരുട്ടിൻ്റെ കട്ടയായിട്ടാണ് തോന്നുക. ഞങ്ങൾ പോകുമ്പോൾ മറ്റൊരാൾക്ക് ഞങ്ങളെ മനസ്സിലാകൂല. സുബഹയുടെ സമയം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പള്ളിയിൽ പോയിരുന്നപ്പോൾ ഇങ്ങനെയാണ് പോയിരുന്നത് എന്ന് പഠിപ്പിക്കുന്നത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്കലാനി ഫതുൽ ബാരി അഥവാ സഹീഹ് ബുഖാരിയുടെ ശറഹ് എഴുതിയ ഇബ്നു ഹജർ അസ്കലാനി വളരെ കൃത്യമായി പറയാണ്, ഈ ഹദീസിൽ സുബഹി നമസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കൽ സുന്നത്താണെന്നും രാത്രി നമസ്കാരത്തിന് വേണ്ടി സ്ത്രീകൾ പള്ളിയിലേക്ക് പുറപ്പെടാമെന്നും തെളിഞ്ഞിരിക്കുന്നു. എല്ലാവരും അംഗീകരിക്കണം, മഹാപണ്ഡിതനാണ്. ഇമാം ബുഖാരിക്ക് ശറഹ് എഴുതിയാലാണ് ഇബ്നു ഹജർ അസ്കലാനി. ആ ഇബ്നു ഹജർ അസ്കലാനിയുടെ ഹദീസ് ഉദ്ധരണി എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഉദ്ധരിക്കായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ ഹദീസിൽ നിന്ന് എന്ത് മനസ്സിലാക്കുക? സുബഹി നേരത്തെ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല സ്ത്രീകൾക്കും രാത്രി പള്ളിയിലേക്ക് പുറപ്പെടാമെന്ന് ഈ ഹദീസ് തെളിഞ്ഞു. മാത്രമല്ല പകലിനേക്കാൾ രാത്രിയാണ് കൂടുതൽ പ്രയാസമുള്ളത് എന്ന നിലയ്ക്ക് രാത്രി പോയതുകൊണ്ട് പകലിൽ എന്തായാലും പോകാം എന്നും ഈ ഹദീസ് തെളിയിക്കുന്നു. പറയുന്നതാണ് ഇബ്നു ഹജർ അസ്കലാനിയാണ്. ഫതുൽ ബാരിയിൽ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. അതേപോലെ സൈനബ് റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്തൊരു ഹദീസിൽ കാണാൻ കഴിയും, ഇദാ ഷഹദത്ത് ഇഹ്ദാകുന്നൽ ഇശാ ഫലാ തുതയ്യിബു തിൽക്കൽ ലൈല. ഇശാ നമസ്കാരത്തിന് ഹാജരാകാൻ പോകുന്നവർ രാത്രി സുഗന്ധം പൂശരുത് എന്ന് റസൂലുള്ള പ്രത്യേകം പറഞ്ഞിരുന്നു. സ്ത്രീകൾ ഇങ്ങനെ മണപ്പിച്ച് അല്ലാതെ നടക്കരുത്, സുഗന്ധം പൂശി പോകരുത് എന്ന് പറഞ്ഞിരുന്നു എന്നാണ്. അപ്പോഴും സുബഹി ഇശാക്ക് പള്ളി പോകാൻ തെളിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത അയ്യും ഇംറഅത്തിൻ അസാബത്ത് ബഹൂറൻ ഫലാ തശ്ഹദു മാനൽ ഇശാ അൽ ആഖിറ. ഏതെങ്കിലും സ്ത്രീ സുഗന്ധം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ അവസാനത്തെ രാത്രി നമസ്കാരത്തിൽ പങ്കെടുക്കരുത് എന്ന് റസൂൽ പഠിപ്പിച്ചു എന്നും പറഞ്ഞു കാണാൻ. ഇനി മറ്റൊരു ഹദീസ്, നബിയുടെ പത്നിയായിരുന്ന ഹഫ്സ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ റസൂൽ പള്ളിയിലേക്ക് കയറി ചെന്നു. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം, ഉറക്കം വരരുത്, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് എന്താണ് ഈ നടക്കുന്നതെന്ന്. പള്ളിയിലേക്ക് കയറി ചെന്നു. ഫൈദാ ഹബലും മംദൂദുൻ ബൈന സാരിബത്തൈൻ. രണ്ട് തൂണുകൾക്കിടയിലുണ്ട് ഒരു കയറ് കെട്ടിയിട്ട്. റസൂൽ പള്ളിയിലേക്ക് ചെന്നപ്പോണ്ട് സ്ത്രീകൾ രണ്ട് തൂണിൻ്റെ ഇടയിൽ ഒരു കയറ് കെട്ടിക്കാണും. റസൂൽ ചോദിച്ചു, മഹാദൽ ഹബിൽ, എന്താണ് ഈ കയറ് ഇവിടെ? റസൂൽ ചോദിക്കാൻ കാലു, അവർ പറഞ്ഞു, അത് ഹബലുല്ലി സൈനബ്, അത് സൈനബിനുള്ള കയറാണ്, സൈനബ് റളിയല്ലാഹുവിന് വേണ്ടിയുള്ള കയറാണ്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ വൈദാ ഫത്രത്ത് തഅല്ലഖത്, അവർ നിസ്കരിക്കുമ്പോൾ വല്ലാതെ ക്ഷീണം ബാധിച്ച്, അതായത് ദീർഘമായി നിസ്കരിക്കുകയാണ് രാത്രിയൊക്കെ, ക്ഷീണം ബാധിച്ച് നിസ്കരിക്കുമ്പോൾ അവർ ഈ കയറിൽ പിടിച്ച് നിൽക്കും. ഇതാണ് മറുപടി കൊടുത്തത്. അപ്പോൾ കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, വേണ്ട വേണ്ട, ഹുല്ലു, ആ കയറൊക്കെ അഴിക്ക്, ലിയുസല്ലി അഹദുക്കും നശാത്തഹു, ഓരോരുത്തരും നല്ല ഉന്മേഷവാനായിരിക്കുമ്പോൾ നിസ്കരിക്കണം. അല്ല ഇങ്ങനെ ക്ഷീണിച്ച് അവശനായിട്ട് നിസ്കരിക്കണ്ട, ഉന്മേഷവാനായിട്ട് നിസ്കരിക്കണം. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഫൈദാ ഫത്തറ ഫൽയഖൂദ്, ആർക്കെങ്കിലും ക്ഷീണം ബാധിച്ചാൽ പിന്നെ നിസ്കരിക്കേണ്ട, അവിടെ ഇരിക്കട്ടെ. ക്ഷീണം ബാധിച്ചാൽ നിസ്കരിക്കേണ്ട, അവിടെ ഇരിക്കട്ടെ. ഇതിനെ സംബന്ധിച്ച് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഫഫീഹി ജവാരി തനഫുലി ഫിൽ മസ്ജിദി ഫൈദാ കാനത് യുസല്ലി നാഫിലത ഫീഹി ഫലം യുൻകർ അലൈഹ. ഈ ഹദീസിൽ നിന്ന് സ്ത്രീകൾ സുന്നത്ത് നമസ്കാരങ്ങൾ പള്ളിയിൽ വെച്ച് നമസ്കരിക്കൽ അനുവദനീയമാണെന്നുണ്ട്. കാരണം ഇത് രാത്രി നിസ്കാരത്തിന് വേണ്ടിയാണ് ഈ കെട്ടിയിരിക്കണത്, രാത്രി ദീർഘമായി നിസ്കരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? സുന്നത്ത് നിസ്കരിക്കാനും സ്ത്രീകൾ പള്ളികൾ ഉപയോഗിക്കാമെന്ന് തെളിഞ്ഞിരിക്കുന്നു. സൈനബ് നമസ്കരിച്ചിരുന്നത് പള്ളിയിൽ വെച്ചിരുന്നായിരുന്നു, ആ നിസ്കാരം റസൂൽ തടഞ്ഞില്ല എന്ന് ഇമാം ശറഹ് മുസ്ലിമിന് ഇമാം നബവി പറയുകയാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്കലാനിയും പറഞ്ഞത്,
സുന്നത്ത് നമസ്കാരങ്ങൾ പള്ളിയിൽ വെച്ച് സ്ത്രീകൾക്ക് നിസ്കരിക്കൽ അനുവദനീയമാണ്. ഫർളല്ല, സുന്നത്തും അനുവദനീയമാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്തിന് ശേഷം പള്ളിയിൽ നമസ്കരിച്ചിരുന്നു എന്ന് മാത്രമല്ല, ശേഷവും നബിയുടെ കാലത്തും സ്ത്രീകൾ പള്ളിയിൽ ഇഅ്തികാഫിരുന്നിരുന്നു. ഇതൊക്കെ ഹദീസുണ്ട്. ഇഅ്തികാഫിരുന്നിരുന്നു. അൻ ആയിഷ റളിയല്ലാഹു അൻഹ സൗജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തഖിഫു അശ്റൽ അവാഖിർ മിൻ റമളാന ഹത്താ തവഫാഹുല്ലാഹ് സുമ്മ തകഫ അസ്വാജുഹു മിൻ ബാദിഹി. അല്ലാഹുവിൻ്റെ റസൂല് വഫാത്താകുന്നത് വരെ സ്ത്രീകൾ, നബിയുടെ പത്നിമാർ പള്ളിയിൽ ഇഅ്തികാഫിരുന്നിരുന്നു. നബിക്ക് ശേഷം അവരുടെ ഭാര്യമാരും ഇരുന്നിരുന്നു. അതിന് മുമ്പ് നബിയും നബിയുടെ ഭാര്യമായിരുന്നു, പിന്നെ ഭാര്യമാർ തന്നെ ഇഅ്തികാഫിരുന്നിരുന്നു. ഇതേ സംബന്ധിച്ച് ഒരുപാട് ഹദീസുകൾ പിന്നെയും കാണാൻ കഴിയും. ജമാഅത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീകളുടെ സെഫിൻ്റെ പുണ്യം റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഹദീസിലുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ ഒന്നാമത്തെ സെഫാണ് ഏറ്റവും ഹൈറായ സെഫ്. പിന്നെ ആ സെഫിൻ്റെ പിന്നീട് പോകുന്തോറും ആ സെഫിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ പുണ്യം കുറയും. അതേസമയം സ്ത്രീകളുടെ സെഫിനെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞ് ഖൈറു സുഫൂഫി റിജാലുൻ അവ്വലുഹാ വശർറുഹാ ആഖിറുഹാ വഖൈറു സുഫൂഫി നിസാഇ ആഖിറുഹാ വശർറുഹാ അവ്വലുഹാ. സ്ത്രീകളുടെ പിന്നിലെ സെഫാണ് ഏറ്റവും ശ്രേഷ്ഠം. അതിൽ പുണ്യം കുറവുള്ളത് മുന്നിലെ സെഫാണ്. എന്നാൽ ഏറ്റവും വന്ന ആദ്യം പിന്നിലാണ് സ്ത്രീകൾ ഇരിക്കേണ്ടത്. പുരുഷന്മാർ മുന്നിൽ വന്നിരിക്കുക, പുണ്യം പറഞ്ഞ സ്ത്രീകളാണ് മുന്നിൽ. അവ സെഫുകൾ പോലും നിർണ്ണയിക്കുന്നതിലും റസൂൽ അത് പഠിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. പുരുഷന്മാരുടെ ഇതിനെപ്പറ്റി വിശദീകരിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ പറയുന്നത് ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷം നിസ്കരിച്ചില്ല എന്നല്ല, ശരിയല്ല. റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷവും ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷവും ഒക്കെ സ്ത്രീകൾ പള്ളിയിൽ കൃത്യമായി പോയിരുന്നു എന്ന് മാത്രമല്ല, അവരൊക്കെയും കൃത്യമായി അവിടെ നമസ്കരിച്ചിരുന്നു. അന്നഹുന്ന കുന്ന യഹ്ജുസ്ന വയതുഫ്ന വയഖ്റുജുന ഇലാ മസ്ജിദി ഇലാ അഹ്ദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബഅദഹു. റസൂലുള്ളാഹിയുടെ കാലത്തും റസൂലുള്ളാഹിക്ക് ശേഷവും സ്ത്രീകൾ ഹജ്ജ് ചെയ്തിരുന്നു, തവാഫ് ചെയ്തിരുന്നു, പള്ളികളിലേക്ക് പുറപ്പെട്ടിരുന്നു, പള്ളികളിൽ നമസ്കരിച്ചിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാമത് വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ, ആത്തിക്ക റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ആത്തിക്ക റളിയല്ലാഹു അൻഹു ഒരു ഉപാധി വെച്ചു. എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ 3 ഉപാധിയാണ് അവർ വെച്ചത്. ഒന്ന്, അവർ പറഞ്ഞു അല്ലാ യദ്രിബഹ, എന്നെ അടിക്കാൻ പാടില്ല. അത് എൻ്റെ ശൈലിയിൽ പറഞ്ഞാൽ വലാ യംനാഹ മിനൽ ഹഖ് വലാ മിനസ് സ്വലാത്തിൽ മസ്ജിദിൻ നബവി, എൻ്റെ അവകാശങ്ങളൊന്നും തടയാൻ പാടില്ല, എന്നെ മസ്ജിദുൻ നബവിയിൽ നിസ്കരിക്കുന്നത് ഒരു ഘട്ടത്തിലും തടയാൻ പാടില്ല. ഉമർ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചിട്ടാണ് അവർ വിവാഹം കഴിച്ചത്. അതേപോലെ തന്നെ സ്ത്രീകളുടെ ജുമയെ സംബന്ധിച്ച് വളരെ ഹദീസുകളിലൊക്കെ കാണാം. ഒരു പ്രധാനപ്പെട്ട ഒരു സഹാബി വനിതയായിരുന്ന ഉമ്മു ഹിഷാം റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ കാഫ് സൂറത്ത് പഠിച്ചത് ജുമാക്ക് റസൂലുള്ളാഹി ഓതിയിട്ട് ഓതുന്നത് കേട്ടിട്ടാണെന്നാണ്. ഞാൻ കാഫ് സൂറത്ത് പഠിച്ചത് വെള്ളിയാഴ്ച ദിവസം റസൂലുള്ള ജുമാക്ക് കാഫ് സൂറത്ത് ഓതുന്നത് കേട്ടിട്ടാണ് ഞാൻ പഠിച്ചത് എന്നതാണ്. മുഹാജിറുകളായ കുൻ നിസാഉൽ മുഹാജിരീന യുസല്ലി ജുമാഅത്ത മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ യഹ്തസിബിന ബിഹാ മിനദ്ദുഹർ. മുഹാജിറുകളായ സ്ത്രീകൾ നബിയോടൊപ്പം ജുമാ നമസ്കരിച്ചിരുന്നു. പിന്നെ അവർ ദുഹറിന് പകരമായി അത് നിസ്കരിച്ചിരുന്നു. പിന്നെ അവർ ദുഹർ നമസ്കരിച്ചിരുന്നില്ല, ജുമാ നമസ്കരിച്ചിരുന്നു. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് കാര്യങ്ങൾ, ഹദീസുകൾ, 100 കണക്കിന് ഹദീസുകൾ, ഒരുപാട് വസ്തുതകൾ നിറഞ്ഞു നിൽക്കവെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ത്രീകൾ പള്ളിയിൽ വരണ്ട എന്ന് പറയും. ഞാൻ എന്തിനാണ് ഈ അഭിപ്രായത്തെ സമുദ്ര ഗൗരവത്തിൽ പറഞ്ഞത്? എൻ്റെ നിരീക്ഷണത്തിൽ ഈ സ്ത്രീകളെ അകറ്റിയതാണ് ഈ സമുദായത്തിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അവരെ നമ്മളെല്ലാ അർത്ഥത്തിലും, അതുകൊണ്ട് നിരീശ്വരവാദികൾ കൂടുതൽ സ്ത്രീകളിൽ നിന്നാണ്, നിർബന്ധവാദികൾ സ്ത്രീകളിൽ നിന്നാണ്. ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് പിഴച്ചു പോകുന്നവരുടെ എണ്ണം പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ്. അവർക്കൊന്നും കിട്ടണില്ല. ഒന്നും കിട്ടാത്ത ആ സ്ത്രീകൾക്ക് ഒന്നുമില്ലാത്ത മക്കളുണ്ടാകുന്നു. മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അങ്ങേയറ്റം വഷളായ രീതിയിലാണ് നമ്മൾ ആളുകൾ ഇത് അവതരിപ്പിക്കുന്ന സ്ത്രീകളെ. ഈ ജാതി ഇസ്ലാം എന്തിനാണെന്നും അവിടെ പൊതുസമൂഹം ചോദിക്കുകയും ചെയ്യുന്നു. പറയുമ്പോൾ വൃത്തിയിൽ പറയാത്ത, ഈ അടുത്ത് കാര്യമായൊരു പണ്ഡിതൻ തന്നെ പറഞ്ഞ സുഗന്ധം പൂശിയ സ്ത്രീ വേശ്യയാണ്. എന്താ ഹദീസിൻ്റെ ചില കഷ്ണങ്ങൾ എടുത്തുക, ഒരു സ്ത്രീ സുഗന്ധം പൂശിയ സ്ത്രീ വേശ്യയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ സ്ത്രീകൾ സുഗന്ധം പോലും പൂശാൻ പാടില്ലാത്ത ഒരു ദീനാണ് ഇസ്ലാം. ഇത് വലിയ അക്ഷരത്തിൽ സോഷ്യൽ മീഡിയയിൽ വരികയാണ്. അവിടെ പറഞ്ഞ എന്താ പറഞ്ഞാൽ, സുഗന്ധം പൂശി സ്ത്രീകളെ, പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടി നടക്കുന്ന വൃത്തികെട്ട സ്ത്രീകളെക്കുറിച്ച് റസൂൽ പറഞ്ഞൊരു ഭാഗമാണത്. അതിൽ ഇത് മാത്രം എടുത്ത് സുഗന്ധം പൂശിയ സ്ത്രീ വേശ്യയാണ്. ഇതൊക്കെ കേട്ടിട്ട് ഈ ജാതി ഇസ്ലാം എന്തിനാണെന്ന് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം ചോദിക്കുകയാണ്.
നമ്മുടെ പെൺമക്കൾ ചോദിക്കുകയാണ്. അവസാനം എന്തായെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഞങ്ങൾക്കൊന്നും അധികാരമില്ലാത്ത, ഞങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന ഇസ്ലാം വേണ്ട എന്ന് ഈ സമൂഹം തീരുമാനിക്കുകയാണ്, നമ്മുടെ പെൺകുട്ടികൾ തീരുമാനിക്കുകയാണ്. അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനമുള്ള, ഞങ്ങൾക്ക് വ്യക്തിത്വം നൽകുന്ന, ഞങ്ങളെ ഉന്നത സ്ഥാനത്തെത്തിച്ച, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അസ്തിത്വം ഉയർത്തിക്കാണിച്ച, ഞങ്ങളുടെ അവകാശങ്ങൾ മുഴുവൻ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ദർശനമാണ് ഇസ്ലാം എന്ന് നമ്മളെ പെൺകുട്ടികളെ കൊണ്ട് പറയിപ്പിക്കാനാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അങ്ങനെ പറയിപ്പിക്കുമ്പോഴാണ് പുതിയ സമൂഹ ലോകത്ത് നമ്മൾ മുന്നോട്ട് വരിക. ഇത് ഒന്നും അറിഞ്ഞുകൂടാത്തവരിതാണ്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് വലിയൊരു സാധനം, ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോയ മുസ്ലിം പെണ്ണ് ചോദിക്കുകയാണ്, ഉസ്താദുമാരെ, ചത്ത മീൻ തിന്നാൻ പാടുണ്ട്, നിങ്ങളെ എവിടുന്നാണ് പഠിച്ചത്? മീൻ ചത്തിട്ടല്ലേ നിങ്ങൾ തിന്നണമെന്നാ? ചത്ത തിന്നാൻ പാടില്ല എന്നല്ലേ നിങ്ങൾ പറയലേ? ചത്ത മീനല്ലേ നിങ്ങൾ തിന്നല്? അപ്പോൾ ഈ പെണ്ണിനെ അറിയില്ല. ഇസ്ലാമിൽ അതിൻ്റെ നിയമം ഉണ്ടാക്കുന്നത് ഉസ്താദുമാരോ ആരും അല്ല, അള്ളയാണ്. അള്ളാഹു തആല നിശ്ചയിച്ച നിയമം എന്താണ്? കടൽ വെള്ളം ശുദ്ധമാണ്, അതിലെ ശവം അനുവദനീയമാണ്. അപ്പോൾ ഇതറിയില്ല. ഇത് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് അത് മറ്റവരൊക്കെ കൂടി ഇങ്ങനെ വലിയതിൽ ഇടുകയാണ്, എന്തോ ഉത്തരം മുട്ടിപ്പോയ പോലെ. ഇങ്ങനെയൊക്കെ അബദ്ധങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരികയാണ്. ഞാൻ പറയുന്നത്, നമ്മുടെ സ്ത്രീകൾ ജുമായിൽ പങ്കെടുത്താൽ ജുമായുടെ പ്രതിഫലം അവർക്ക് കിട്ടും. അവർ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുത്താൽ അത് കിട്ടും. നമ്മൾ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ശിക്ഷ കിട്ടും. അവർ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ശിക്ഷ കിട്ടൂല. ഇതാ വ്യത്യാസം. നമുക്ക് ജമാഅത്ത് നമസ്കാരം പുരുഷന്മാർക്ക് നിർബന്ധമാണ്, സ്ത്രീകൾക്ക് നിർബന്ധമില്ല. അതേസമയം സ്ത്രീകൾ ജുമാ നമസ്കാരത്തിൽ പങ്കെടുത്താൽ അതിൻ്റെ പ്രതിഫലം കിട്ടും. ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുത്താൽ 27 ഇരട്ടി പ്രതിഫലം കിട്ടും. സ്ത്രീകൾക്ക് 27 ഇരട്ടി പ്രതിഫലം ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ടല്ലേ സുബഹിക്കും രാത്രിയിലും ഇശാക്കും സ്വഹാബി വനിതകൾ അവരുടെ വീടുകളിൽ നിന്ന് മസ്ജിദുൻ നബവിയിലേക്ക് പോയി നമസ്കരിച്ചിരുന്നത്. കിട്ടും, പ്രതിഫലം കിട്ടും. പിന്നെന്താണ് ഖൈറുൽ ലഹുന്ന ബുയൂത്തുഹുന്ന എന്ന് പറഞ്ഞത്? വീടാണ് ഉത്തമം എന്ന് പറഞ്ഞത്. വീട് മൊത്തത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട് അവരുടെ പ്രവർത്തന കേന്ദ്രമാണ്. ചില സാഹചര്യത്തിൽ പറഞ്ഞൊരു വർത്തമാനത്തെ മാത്രം അടർത്തിയെടുത്തിട്ട് ബാക്കി സാഹചര്യങ്ങളെ മുഴുവൻ നിഷേധിക്കാൻ പറ്റുമോ? ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയാം. സുന്നത്ത് നമസ്കാരം ഏറ്റവും ഉത്തമം വീട്ടിൽ നിസ്കരിക്കലാണ്. നമ്മളാരെങ്കിലും വീട്ടിൽ പോയിട്ടാണോ അപ്പോൾ ജുമാ കഴിഞ്ഞാൽ എല്ലാവരും കൊടുത്ത് സുന്നത്ത് നിസ്കരിക്കല്ലേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ജുമാ നമസ്കാരം വീട്ടിൽ പോയിട്ടാണ് യഥാർത്ഥത്തിൽ നിസ്കരിക്കേണ്ടത്. റക്കാത്തൈനി ഫി ബൈത്തിഹി, റക്കാത്തൈനി ഫി ബൈത്തിഹി എന്ന് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹ്. പക്ഷേ ഒരാളെങ്ങാനും 2 റക്കാത്ത് സുന്നത്ത് നമസ്കാരം പള്ളിയിൽ നിസ്കരിച്ചാൽ കിട്ടൂലേ? കിട്ടും പ്രതിഫലം. ഈ പറഞ്ഞതിൻ്റെ ഒക്കെ അർത്ഥം ആ ആശയത്തിലാണ്. എന്നിട്ട് ഇത് മാത്രം കണ്ട് എടുത്തിട്ട് അതിനെ ന്യായീകരിച്ചിട്ട് സ്ത്രീകൾ ആ പഴയ കാലത്ത് എത്ര അത്യാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളെ നേരിടേണ്ടി വന്നു. അവർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചു, അതുകൊണ്ട് ഈ സമൂഹം നശിച്ചുപോയി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ ഒരു കാലത്ത്, ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞാണ്, എന്നാലും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒരു കാലത്ത് പുരുഷനും ഇസ്ലാമും തമ്മിൽ ഭയങ്കര സംഘട്ടനം നടന്നു. പുരുഷയുദ്ധങ്ങൾ ഒരുപാട്. പുരുഷൻ്റെ ആളുകൾക്ക് മനസ്സിലായി ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ പറ്റൂല, ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ പറ്റൂല. പിന്നെ എങ്ങനെ പരാജയപ്പെടുത്തും? അതിന് പുരുഷൻ്റെ ആളുകൾ ചെയ്ത പണി എന്താണെന്നറിയും? ഇസ്ലാമിലെ മൊല്ലമാരെ വിലക്കെടുത്തു. എന്നിട്ട് ആ മൊല്ലമാരെ കൊണ്ട് പറയിപ്പിച്ചു. എന്താ പറഞ്ഞ്? ഇസ്ലാമിൻ്റെ സ്ത്രീ പതിവ്രതയാണ്, പരിശുദ്ധയാണ്, അവൾ അഴിഞ്ഞാടാൻ പാടില്ല, അവൾ പരിശുദ്ധയായ സ്ത്രീയാണ്. ശരിയല്ലോ? നല്ല ആശയം. അതുകൊണ്ട് അവൾ 3 വട്ടമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. മുസ്ലിം ലോകത്ത് പ്രചരിച്ച ഫത്വയാണ്. ഇസ്ലാമിൻ്റെ സ്ത്രീ പരിശുദ്ധയാണ്, പതിവ്രതയാണ്, ഉന്നതയാണ്, അതുകൊണ്ട് അവൾ 3 വട്ടമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. 1, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക്. 2, സ്വഗൃഹത്തിൽ നിന്ന് ഭർതൃഗൃഹത്തിലേക്ക്. 3, അവിടെ നിന്ന് ഖബർസ്ഥാനിലേക്ക്. ഇതങ്ങോട്ട് പ്രചരിച്ചു. മുസ്ലിം സ്ത്രീ വീടുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ടു. അവൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു. അവൾക്ക് ദീനില്ല, അവൾക്ക് ലോകമറിയാത്ത, ഭൂമി കാണാത്ത സ്ത്രീകളായി മാറി. അവർക്ക് ഒരു ചുക്കും അറിയാത്ത മക്കളുണ്ടായി. പുരുഷൻ്റെ ലക്ഷ്യം മർമ്മത്തിൽ പ്രയോഗിച്ചു. മുസ്ലിങ്ങളുടെ വീര്യം മുഴുവൻ നഷ്ടപ്പെട്ടു. അതിനു മുമ്പ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിനെ പ്രചോദിപ്പിക്കുന്നത് ഉമ്മയാണ്, സ്ത്രീയാണ്. അബ്ദുല്ലാഹിബിന് സഹാബിമാരെ, പ്രഗത്ഭരായ സഹാബിമാരെ അവരുടെ ഉമ്മമാരാണ് പ്രചോദിപ്പിക്കുന്നത്. ഹൻസാ റളിയല്ലാഹുവിന് മക്കളെയാണ് പ്രചോദിപ്പിച്ചു വിടുന്നത്. ഇസ്ലാമിക ലോകത്ത് സ്ത്രീകളാണ് എല്ലാറ്റിനും ആവേശം കൊടുത്തിരുന്നത്.
ഈ കുരിശ് തന്നെ പറഞ്ഞതോടുകൂടി സ്ത്രീ വീട്ടിലകത്ത് അവർക്ക് ലോകം അറിയില്ല, ഭൂലോകം അറിയില്ല, വിദ്യാഭ്യാസം അറിയില്ല, ദീനറിയില്ല, അള്ളറിയില്ല, പഠിച്ചോന്നറിയില്ല, വീട്ടിനകത്ത് കഴിഞ്ഞ് അവർക്ക് ദീനില്ലാത്ത വിവരമില്ലാത്ത വിവരദോഷികളായ മക്കളുണ്ടായി. കുരിശ് മർമ്മത്തിൽ തന്നെ നമ്മളെ പരാജയപ്പെടുത്തി. ഈ അബദ്ധം സംഭവിക്കരുത്. എത്ര ഭംഗിയായിട്ടാണ് പാണക്കാട്ട ബീവി പെൺകുട്ടി വളരെ ഭംഗിയായിട്ട് നല്ല ഇതിൽ ആ ആശയം പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും അതിനെതിരെ പറഞ്ഞു. എവിടെ നിന്ന് കിട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. സാധാരണ ഒരു അഭിപ്രായ വ്യത്യാസമല്ല. ഷാഫി മദ്ഹബിൽ മുഴുവൻ ഇതാണ് പറയുന്നത്. ഷാഫി മദ്ഹബ് അനുസരിച്ച് സ്ത്രീകൾക്ക് മുഴുവൻ പങ്കെടുക്കാമെന്നാണ് പറയുന്നത്. ഒരു മദ്ഹബും അംഗീകരിക്കുന്നില്ല, ഒരു ഹദീസും അംഗീകരിക്കുന്നില്ല. സ്ത്രീകളെ നിഷേധിക്കാൻ, പള്ളികളിൽ പ്രവേശിക്കുന്നത് തടയാൻ പാടില്ല. അപ്പോൾ ഉദ്ഘാടനത്തിന് കയറ്റാം. എന്ത് ന്യായമൊക്കെയാണ് ഈ പറഞ്ഞ് പള്ളികളിൽ പ്രവേശിപ്പിക്കുന്ന തടയരുത് തന്നെ. ജമാഅത്ത് നമസ്കാരങ്ങളിൽ അതിൻ്റെ സെഫിൻ്റെ രീതി പഠിപ്പിച്ചിരിക്കുന്നു, അതിൻ്റെ ഭക്തിൻ്റെ സമയം പഠിപ്പിച്ചിരിക്കുന്നു, ഒക്കെ ഉണ്ട്. നമ്മളും നമ്മുടെ സ്ത്രീകളെ അടക്കമൊക്കെ ജുമാക്കും അതുപോലുള്ളതിട്ടും ദീനി കാര്യങ്ങളായിട്ടൊക്കെ ബന്ധിപ്പിച്ച് നോക്കി ഒരു കുഴപ്പമുണ്ടാവില്ല. എല്ലാ വേണ്ടാത്തരത്തിനും ഉണ്ടല്ലോ നമ്മുടെ സ്ത്രീകൾ. വെളിയങ്കോട് നേർച്ചയ്ക്ക് പോയി നോക്കി, പുതിയങ്ങാടി നേർച്ചയ്ക്ക് പോയി നോക്കി, അവിടെയൊക്കെ സ്ത്രീകൾ കിടന്ന് അഴിഞ്ഞാടില്ലേ. അതിനെതിരെ ആർക്കും ഒരു പ്രയാസവും ഇല്ല. നമ്മൾക്ക് സ്വതന്ത്രമായി ഇപ്പം നമ്മുടെ പള്ളിയിൽ ജുമാക്ക് ധാരാളം സ്ത്രീകൾ വേണ്ട, ആരെങ്കിലും കാണണ്ട, അറിയണ്ട, അവരവിടെ ഇരുന്ന് കുത്തുബ കേൾക്കുന്നു, നിസ്കരിക്കുന്നു, പോകുന്നു. എത്ര മാന്യമാണ്. ഇതൊന്നുമില്ലാത്ത പൂരപ്പറമ്പിൽ കിടന്നിട്ട് പുരുഷന്മാരും സ്ത്രീകളും കിടന്ന് ഇറങ്ങുമ്പോൾ ഈ സമൂഹത്തിൽ ആർക്കും ഒരു ബേജാറുമില്ല. ഇത് പുരുഷൻ്റെ ശക്തി അല്ലെങ്കിൽ ഇസ്ലാം വിരുദ്ധ ശക്തികൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഏറ്റവും വലിയ അബദ്ധമാണ്. ഇതിൽ നിന്ന് മോചിതമായി അവരെ കൂടി ചേർത്ത് പിടിച്ച് വേണം ഇസ്ലാമിക സമൂഹം മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് സ്ത്രീകളെ പള്ളിയിൽ പ്രവേശിക്കുന്ന ലോകത്തെല്ലാ മദ്ഹബും അംഗീകരിച്ചാണ്. എല്ലാ പ്രധാന പള്ളികളിലും മസ്ജിദുൽ ഹറമിൽ നടക്കുന്ന കാര്യമല്ലേ, മസ്ജിദുൻ നബവിയിൽ നടക്കുന്ന കാര്യമല്ലേ, മസ്ജിദുൻ നബവിയിൽ നടക്കുന്ന കാര്യമല്ലേ, റൗദ ഷരീഫിൽ നടക്കുന്നതല്ലേ. റൗദ ഷരീഫിൽ എങ്ങനെ സ്ത്രീകൾ ജമാഅത്തിന് ആ സമയത്ത് റൗദയിൽ സ്ത്രീകളാണെങ്കിൽ റൗദ എന്ന് പറഞ്ഞാൽ റസൂലിൻ്റെ ഖബറല്ല, റസൂലിൻ്റെ ഖബർ വീടിൻ്റെയും മിമ്പറിൻ്റെ അടുക്കുള്ള പള്ളിയുടെ സ്ഥലം റൗദ. ആ റൗദയിൽ സ്ത്രീകൾ ജമാഅത്ത് നിസ്കരിക്കണില്ലേ? ലോകത്തൊക്കെ നമസ്കരിക്കുന്നില്ലേ? ഞാൻ 3 വട്ടം മസ്ജിദുൽ അക്സയിൽ നമസ്കരിച്ചിട്ടുണ്ട്, ജുമായിൽ പങ്കെടുത്തിട്ടുണ്ട്. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് അവിടെ പങ്കെടുക്കുന്നത് മസ്ജിദുൽ അക്സയിൽ. ആ മസ്ജിദുൽ അക്സയിൽ മിഹ്റാബ് നടുവിൽ മഹദി മറിയം ബീവി ഇഹ്തികാഫിരുന്ന മിഹ്റാബ് കാണാൻ നമുക്ക് സാധിക്കും. ഇത്ര പച്ചക്കുള്ളൊരു കാര്യത്തെ എങ്ങനെ വിശദീകരിക്കുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകണം, പരിവർത്തനം ഉണ്ടാകണം. ആ പരിവർത്തനം നല്ല രീതിയിൽ വരണം. അത് ഇസ്ലാമിനും സമൂഹത്തിനും വ്യക്തികൾക്കും ഗുണപ്രദമാകണം. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കുലിക്കബിയാദാസ്തഗ്ഫിറുല്ലാഹി വലക്കും.